തിരുകുടുംബം ഈജിപ്തിൽ. തിരുകുടുംബത്തിൻ്റെ മാധുര്യമേറിയ ദർശനം സ്ഥലം ഈജിപ്തിലാണ്. മരുഭൂമിയും പിരമിഡും കാണുന്നതുകൊണ്ട് സ്ഥലത്തെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ഒരു നിലയിൽ വെള്ള നിറമുള്ള ഒരു ചെറിയ വീട് ഞാൻ കാണുന്നു. വളരെ ദരിദ്രരായവർ താമസിക്കുന്ന തരം പാവപ്പെട്ട വീട്. ഭിത്തികളെല്ലാം തേച്ചിട്ടുണ്ട്, വെള്ള പൂശിയിട്ടുണ്ട്. അടുത്തടുത്തായി 2 വാതിലുകൾ 2 മുറികളിലേക്ക്. വീടിന് 2 മുറികൾ മാത്രമേയുള്ളൂ. മുറിക്കുള്ളിലേക്ക് ഇപ്പോൾ ഞാൻ കയറുന്നില്ല. ആകെ മണ്ണുള്ള ഒരു ചെറിയ പുരയിടത്തിന് നടുവിലാണ് വീട്. പുരയിടത്തിന് ചുറ്റും കമ്പുകൾ നിലത്തുറപ്പിച്ച് കെട്ടിയിരിക്കുന്ന വേലിയുണ്ട്. കള്ളന്മാർക്ക് കയറാൻ ഒരു പ്രയാസവുമില്ല. പട്ടിയും പൂച്ചയും മറ്റും കയറാതിരിക്കാൻ കൊള്ളാം. വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ സ്വത്തിൻ്റെ നിഴൽ പോലും ഇല്ലാത്തിടത്ത് മോഷ്ടിക്കാൻ കയറണമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ആ ചെറുപുരയിടം കമ്പുകൾ കൊണ്ട് വേലി കെട്ടി അടവാക്കിയിരിക്കുന്ന ആ സ്ഥലം മുഴുവൻ മണ്ണ് മോശമാണെങ്കിലും ക്ഷമാപൂർവം ഒരു ചെറുതോട്ടമാക്കി കൃഷി ഇറക്കിയിട്ടുണ്ട്. വേലി ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് കുറേ വള്ളിച്ചെടികളും അതിൽ പടർത്തിയിട്ടുണ്ട്. കണ്ടിട്ട് കോൺവൽ പൂളിയാണെന്ന് തോന്നുന്നു. ഒരു വശത്ത് ഒരു മുല്ല നിറയെ പൂത്തു നിൽക്കുന്നു. സാധാരണ റോസുകളും പടർന്നു നിൽക്കുന്നു. അടുക്കളത്തോട്ടത്തിൽ സാധാരണ സസ്യങ്ങളും നടുവിൽ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയുമുണ്ട്. അത് ഏത് സസ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ചെടി പറമ്പിനും വീടിനും സ്വല്പം തണലേകുന്നു. വെളുപ്പും കറുപ്പുമുള്ള ഒരു ചെറിയ കോലാടിനെ ആ ചെടിയിൽ കെട്ടിയിട്ടുണ്ട്. നിലത്ത് കിടക്കുന്ന ഏതാനും വൃക്ഷക്കമ്പുകളിലെ ഇലകൾ ആട് തിന്നുന്നുമുണ്ട്. അതിന് സമീപം നിലത്തൊരു പായിന്മേൽ ഉണ്ണീശോ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഉണ്ണിക്ക് 2 വയസ്സോ കൂടിയാൽ 2.5 വയസ്സോ പ്രായമായി കാണുമെന്നാണ്. തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ള ചെറിയ ആടുകൾ, കുതിരകൾ എന്നിവയെടുത്ത് കളിക്കുകയാണ്. തടിയുടെ ചുരുണ്ട ചീളുകളും എടുത്ത് കളിക്കുന്നു. ആ ചുരുളുകൾക്ക് ഉണ്ണിയുടെ സ്വർണ്ണ നിറത്തിലുള്ള മുടിയോളം ചുരുളില്ല. തുടുത്തിരിക്കുന്ന ഇളം കൈകൾ കൊണ്ട് ഉണ്ണി തന്നെ മൃഗങ്ങൾക്ക് തടിച്ചുരുളുകൾ കൊണ്ട് മാലയിടാനുള്ള ബദ്ധപ്പാടിലാണ്. ഉണ്ണി പ്രശാന്തനായി പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്നു. വളരെ സുന്ദരൻ. തല നിറയെ സ്വർണ്ണ മുടിച്ചുരുളുകൾ തിങ്ങി നിൽക്കുന്നു. നല്ല തെളിമയുള്ള റോസ് നിറം കലർന്ന ശരീരം. കണ്ണുകൾ നല്ല പ്രകാശവും ജീവനും പ്രസരിപ്പിക്കുന്നു. കടും നീല കണ്ണുകൾ. ഈ വിവരണം അത്ര ചേരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ എൻ്റെ ഈശോയുടെ കണ്ണുകൾ എനിക്കറിയാം. മനോഹരമായ 2 ഇന്ദ്രനീല കല്ലുകൾ. ഉണ്ണി നീളമുള്ള വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. കൈ നീളം കുറഞ്ഞതാണ്. ഇത് ഉടുപ്പായിരിക്കണം. പാദങ്ങളിലൊന്നും ധരിച്ചിട്ടില്ല. ചെറിയ പാദരക്ഷ 2 പായിൽ കാണാം. അവയും കളിപ്പാട്ടങ്ങളായി ഉപയോഗിക്കുകയാണ്. കുഞ്ഞു മൃഗങ്ങളെയെല്ലാം പായിൽ നിർത്തിയ ശേഷം ചെരുപ്പിൻ്റെ വള്ളിയിൽ പിടിച്ചു വലിക്കുന്നു. അത് വണ്ടിയാണ്. വളരെ ലളിതമായ ചെരുപ്പുകൾ. അടിഭാഗത്തിൻ്റെ മുൻവശത്തൊരു വള്ളി, പിൻഭാഗത്തു നിന്നും ഒരു വള്ളി. ഈ വള്ളിക്ക് ഒരു ദ്വാരമുണ്ട്. മുൻഭാഗത്തെ വള്ളി 2ആയി പിരിയുന്നു. ഒന്ന് പിൻഭാഗത്തെ വള്ളിയുടെ കണ്ണിലൂടെ കോർത്ത് മുന്നോട്ടെടുത്ത് മുൻപിലുള്ള മറ്റേ വള്ളിയുമായി കൂട്ടിക്കെട്ടുന്നു. കാലിൻ്റെ കണ്ണിയോട് ചേർത്ത് കെട്ടിയുറപ്പിക്കുന്നു. അല്പം അകലെയായി ഈ ചെടിയുടെ തണലിൽ തന്നെ നമ്മുടെ അമ്മ ഇരിക്കുന്നു. ഒരു നാടൻ തറയിൽ നെയ്യുകയും കുഞ്ഞിനെ നോക്കുകയും ചെയ്യുകയാണ്. അവളുടെ വെളുത്ത നീണ്ട മൃദുല കരങ്ങൾ മുന്നോട്ടും പിറകോട്ടും നീങ്ങുന്നത് എനിക്ക് കാണാം. ഷട്ടിൽ നീക്കുന്നതും ചവിട്ടുപടി ചെരുപ്പ് ധരിച്ചിരിക്കുന്ന കാലുകൾ കൊണ്ട് ചലിപ്പിക്കുന്നതും കാണാം. മാലോ പൂക്കളുടെ നിറമുള്ള ഉടുപ്പാണ് മേരി ധരിച്ചിരിക്കുന്നത്. ചില രത്നങ്ങളുടേതുപോലെ റോസും വയലറ്റും കലർന്ന നിറം. ശിരസിലൊന്നും ധരിച്ചിട്ടില്ല. മുടി 2ആയി പകുത്ത് പിന്നി തലയുടെ പിൻഭാഗത്ത് ചേർത്ത് വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഉടുപ്പിൻ്റെ കൈകൾ നീളമുള്ളതും വീതി കുറഞ്ഞതുമാണ്. അവളുടെ സൗന്ദര്യവും മാധുര്യം നിറഞ്ഞ ഭാവവുമല്ലാതെ വേറെ ആഭരണങ്ങളൊന്നുമില്ല. മേരിയുടെ മുഖത്തിൻ്റെയും മുടിയുടെയും കണ്ണുകളുടെയും നിറവും മുഖത്തിൻ്റെ ആകൃതിയും എപ്പോഴും ഒരുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ വളരെ ചെറുപ്പമായി തോന്നിക്കുന്നു. ഒരു 20 വയസ്സ് കാണും. ഒരു സമയം മേരി എഴുന്നേറ്റ് ഉണ്ണിയെ എടുത്ത് ചെന്ന് കുനിഞ്ഞ് ചെരുപ്പുകൾ ധരിപ്പിച്ചവ സൂക്ഷിച്ചു കെട്ടുന്നു.
ഉണ്ണിയെ തലോടുകയും ശിരസിലും കണ്ണുകളിലും ചുംബിക്കുകയും ചെയ്യുന്നു. ഉണ്ണി എന്തൊക്കെയോ പറയുന്നു. മേരി അതിന് ഉത്തരം നൽകുന്നു. എനിക്ക് ആ വാക്കുകൾ മനസ്സിലാകുന്നില്ല. മേരി വീണ്ടും തറിയുടെ അടുത്തേക്ക് പോകുന്നു. തുണിയും നെയ്ത്തുഭാഗവും ഒരു വിരിയിട്ട് മൂടിയ ശേഷം സ്റ്റൂളും എടുത്ത് വീടിനുള്ളിലേക്ക് പോകുന്നു. മേരി പോകുന്നത് ഉണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തന്നെ വിട്ടിട്ട് പോയതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നേരം സന്ധ്യയാകുന്നു. മേരിയുടെ ജോലി തീർന്നു. നഗ്നമായ ആ മണൽത്തിട്ടയിൽ സൂര്യൻ അസ്തമിക്കുകയാണ്. ഒരു വലിയ അഗ്നികുണ്ഡം അങ്ങകലെ പിരമിഡുകൾക്കപ്പുറം ആകാശത്തെ ആക്രമിച്ചതുപോലെയുണ്ട്. മേരി തിരിച്ചു വരുന്നു. ഈശോയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പായിൽ നിന്നും എടുത്തു മാറ്റുന്നു. ഒരു പ്രതിഷേധവും കാണിക്കാതെ കുഞ്ഞ് അനുസരിക്കുന്നു. അമ്മ പായും കളിപ്പാട്ടങ്ങളും എടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ണി ആടിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുന്നു. ആട് കരഞ്ഞുകൊണ്ട് അതിൻ്റെ തല ഉണ്ണിയുടെ തോളിൽ ഉരുമുന്നു. മേരി വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോൾ നീളമുള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്. വെള്ളം കൊണ്ടുവരാനുള്ള ഒരു പാത്രവും കയ്യിലുണ്ട്. ഉണ്ണിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി നടക്കുന്നു. വീടിൻ്റെ മറുവശത്തേക്ക് തിരിയുന്നു. ഈ ദർശനത്തിൻ്റെ അഴക് ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവരെ അനുഗമിക്കുന്നു. നമ്മുടെ നാഥ തൻ്റെ ചുവടുകൾ ഉണ്ണിയുടേതിനോടൊപ്പമാക്കി നടക്കുന്നു. ഉണ്ണി അമ്മയുടെ സമീപം പിച്ച നടക്കുന്നു. തെന്നിത്തെറിച്ച് നടക്കുന്നു. കൊച്ചുകുട്ടികളുടെ നടപ്പിൻ്റെ ഓമനത്വത്തോടെയുള്ള ആ നടപ്പിന് എന്ത് ഭംഗി! റോസ് നിറത്തിലുള്ള ആ ഉപ്പുറ്റികൾ പൊങ്ങുന്നതും താഴുന്നതും മണ്ണിന്മേൽ ചവിട്ടുന്നതുമെല്ലാം ഞാൻ കാണുന്നു. വഴി വീതി കുറവാണ്. ഉടുപ്പിന് പാദം വരെ ഇറക്കമില്ല. മുട്ടിന് താഴെ പകുതി വരെ നീളമേ ഉള്ളൂ. ഉടുപ്പ് വളരെ വൃത്തിയുള്ളതും ലളിതവുമാണ്. ഒരു വെള്ള ചരട് കൊണ്ട് അത് അരയിൽ മുറുക്കി കെട്ടിയിരിക്കുകയാണ്. വീടിൻ്റെ മുൻഭാഗത്തുള്ള വേലിയുടെ നടുക്ക് ഒരു നാടൻ വാതിലുണ്ട്. റോഡിലേക്ക് ഇറങ്ങുന്നതിന് മേരി ആ വാതിൽ തുറക്കുന്നു. ആ ഗ്രാമമോ പട്ടണമോ ഏതായാലും അതിൻ്റെ അതിർത്തിയിലുള്ള മോശമായ റോഡാണത്. റോഡ് കഴിഞ്ഞ് പിന്നീട് മണൽ പ്രദേശമാണ്. ഏതാനും വീടുകളുണ്ട്. അവയും ഈ വീട് പോലെ ദരിദ്രമാണ്. ചില്ലറ അടുക്കളത്തോട്ടങ്ങളും അവിടെയുണ്ട്. ഒരുത്തരെയും ഞാൻ കാണുന്നില്ല. പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് മേരി നോക്കുന്നു. ആരെയോ കാത്തിരിക്കുന്നത് പോലെ നോക്കുന്നു. അനന്തരം ഒരു പാത്രത്തിൻ്റെയോ കിണറിൻ്റെയോ അടുത്തേക്ക് നീങ്ങുന്നു. അതൊരു 10 വാര മുകളിലാണ്. അതിന് തണലേകുന്ന പനകൾ ചുറ്റിലുമുണ്ട്. ഏതാനും മരുന്ന് ചെടികൾ താഴെ പടർന്നു കിടക്കുന്നു. റോഡിലൂടെ ഒരു മനുഷ്യൻ വരുന്നു. പൊക്കം വളരെയില്ല, എങ്കിലും നല്ല ഒത്ത ശരീരമാണ്. പുഞ്ചിരിക്കുന്ന ജോസഫിനെ എനിക്ക് മനസ്സിലാകുന്നു. പറുദീസയുടെ ദർശനത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ ചെറുപ്പമായി ഇപ്പോൾ കാണപ്പെടുന്നു. കൂടിയാൽ 40 വയസ്സ് തോന്നിക്കും. മുടിയും താടിമീശയും കറുപ്പ് നിറമാണ്. തിങ്ങി വളർന്നിരിക്കുന്നു. ശരീരത്തിന് തവിട്ട് കലർന്ന വെള്ള നിറമാണ്. കണ്ണുകൾ കറുപ്പ് നിറം. സന്തോഷപൂർണവും നിഷ്കളങ്കവും ആത്മവിശ്വാസം പകരുന്നതുമായ ഒരു മുഖം. ഈശോയെയും മേരിയെയും കണ്ടപ്പോൾ വേഗം നടക്കുന്നു. ഇടത്തെ തോളിൽ ഒരു തരം അറപ്പുവാളും ചിന്തേരുമുണ്ട്. മറ്റു പണിയായുധങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന തരമല്ല, എങ്കിലും അവയോട് സാധർമ്യമുള്ള ഉപകരണങ്ങളാണവ. ആരുടെയോ വീട്ടിൽ പണിക്ക് പോയി തിരിച്ചു വരുന്നതായിരിക്കണം. ജോസഫ് ധരിച്ചിരിക്കുന്ന ഉടുപ്പിന് നല്ല തവിട്ട് നിറമാണ്. ഇറക്കമധികമില്ല. കണങ്കാലിൽ നിന്ന് വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. ഉടുപ്പിൻ്റെ കൈകൾക്ക് നീളം കുറവാണ്. ഒരു തുകൽ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ഒരു പണിക്കാരൻ്റെ വസ്ത്രമാണ് ജോസഫ് ധരിച്ചിരിക്കുന്നത്. കണങ്കാലിൽ കെട്ടിയുറപ്പിച്ചിരിക്കുന്ന ചെരുപ്പുകളുമുണ്ട്. മേരി പുഞ്ചിരിക്കുന്നു. ഉണ്ണി സന്തോഷസ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് കൈനീട്ടുന്നു. 3 പേരും അടുത്തു വന്നപ്പോൾ ജോസഫ് കുനിഞ്ഞ് ഉണ്ണിക്ക് എന്തോ കൊടുക്കുന്നു. ആകൃതിയും നിറവും കണ്ടിട്ട് ആപ്പിളാണെന്ന് തോന്നുന്നു. തുടർന്ന് ജോസഫ് കൈ നീട്ടുന്നു. ഉണ്ണി അമ്മയെ വിട്ട് ജോസഫിൻ്റെ കൈകളിൽ ചുരുണ്ടുകൂടുന്നു. തൻ്റെ തൊണ്ടക്കുഴിയിൽ ചിരസ് ചേർത്ത് വെച്ചുകൊണ്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഉണ്ണിയെ ജോസഫ് ചുംബിക്കുന്നു. ഉണ്ണിയുടെ ഉമ്മ സ്വീകരിക്കുകയും ചെയ്യുന്നു. സ്നേഹം മുറ്റി നിൽക്കുന്ന രംഗം. മേരി ഉത്സാഹത്തോടെ ജോസഫിൻ്റെ പണിയായുധങ്ങൾ വാങ്ങി ഉണ്ണിയെ എടുക്കാൻ ജോസഫിൻ്റെ കൈകൾ
സ്വതന്ത്രമാകുന്നതിനു വേണ്ടി ഈ കാര്യം പറയാൻ മറന്നുപോയി. വെള്ളം കോരുന്നതിനുള്ള പാത്രവുമായി മേരി ഉറവയുടെ സമീപത്തേക്ക് പോകുന്നു. ജോസഫ് ഉണ്ണിയെ വലതു കൈയിലെടുത്ത് ഇടതു കൈയിൽ പണിയായുധങ്ങളുമായി വീട്ടിലേക്ക് നടക്കുന്നു. വീടിൻ്റെ വേലിക്കുള്ളിൽ കടന്നപ്പോൾ ജോസഫ് ഉണ്ണിയെ താഴെ നിർത്തിയ ശേഷം മേരിയുടെ തറി വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോരുന്നു. പിന്നീട് ആടിനെ കറക്കുന്നു. ഉണ്ണി ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു നോക്കുന്നു. പ്രത്യേകിച്ച് ആടിനെ വീടിൻ്റെ ഒരു വശത്തുള്ള ചാർട്ടിൽ കയറ്റിക്കെട്ടുന്നത്. ഇരുട്ടായി തുടങ്ങി. അസ്തമയത്തിൻ്റെ ചുവപ്പ് നിറം മണലിന്മേൽ വയലറ്റായി കാണപ്പെടുന്നു. ചൂട് നിമിത്തം മണലെല്ലാം ചലിക്കുന്നത് പോലെ തോന്നുന്നു. പിരമിഡ് കൂടുതൽ കറുപ്പായി കാണപ്പെടുന്നു. ജോസഫ് ഒരു മുറിയിലേക്ക് കയറുന്നു. അത് തൻ്റെ പണിസ്ഥലവും അടുക്കളയും ഭക്ഷണമുറിയും എല്ലാം കൂടിയാണെന്ന് തോന്നുന്നു. മറ്റേ മുറി കിടക്കമുറിയായിരിക്കണം. ഞാൻ ആ മുറിയിൽ കയറുന്നില്ല. വളരെ താഴ്ന്നൊരു ഭാഗത്ത് തീ കത്തിക്കുന്നു. ആശാരിയുടെ ബെഞ്ചും ചെറിയ മേശയും ഏതാനും സ്റ്റൂളുകളും ഷെൽഫുകളുമുണ്ട്. 2 എണ്ണവിളക്കുകളും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും ആ ഷെൽഫുകളിൽ വെച്ചിരിക്കുന്നു. ഒരു മൂലയിൽ മേരിയുടെ തറി വെച്ചിട്ടുണ്ട്. നല്ല അടുക്കും ചിട്ടയും ശുചിത്വവും. വളരെ ദരിദ്രമായ വീട്, എന്നാൽ എത്ര ശുചിത്വം! ഈ ഒരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ മാനുഷിക ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ ദർശനങ്ങളിലും ഈശോയും മേരിയും അതുപോലെ തന്നെ ജോസഫും ജോണും എപ്പോഴും വളരെ ശുചിയായും ഭംഗിയായും കാണപ്പെടുന്നു. തങ്ങളുടെ ശരീരത്തിലും വേഷത്തിലും ഈ ശുചിത്വമുണ്ട്. വിനീതവും ലളിതവുമായ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. എന്നാൽ വളരെ വളരെ വെടിപ്പുള്ള വസ്ത്രങ്ങളാണ്. തന്മൂലം ആ വസ്ത്രങ്ങളിൽ വളരെ ബഹുമാന്യരായി അവർ കാണപ്പെടുന്നു. മേരി വെള്ളവും കൊണ്ട് തിരിച്ചു വരുന്നു. വാതിലടയ്ക്കുന്നു. ഇരുട്ടായി. ജോസഫ് കത്തിച്ചു വെച്ച വിളക്ക് ബെഞ്ചിന്മേലുണ്ട്. ഏതാനും ചെറിയ പലകകളെടുത്ത് ജോസഫ് പണി തുടങ്ങുന്നു. മേരി അത്താഴം തയ്യാറാക്കുകയാണ്. അടുപ്പിലെ തീയും മുറിയിലെ പ്രകാശം നൽകുന്നുണ്ട്. ഈശോ തൻ്റെ കൊച്ചു കൈകൾ ബെഞ്ചിന്മേൽ കുത്തി തല ഉയർത്തി ജോസഫ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് പ്രാർത്ഥന ചൊല്ലിയ ശേഷം മേശയുടെ അടുത്തിരിക്കുന്നു. അവർ തങ്ങളെ തന്നെ കുരിശാകൃതിയിൽ ആശീർവദിക്കുന്നില്ല എന്നത് വ്യക്തമാണല്ലോ. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ജോസഫ് പ്രാർത്ഥന നയിക്കുന്നു. മേരി ഉത്തരം ചൊല്ലുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊരു സങ്കീർത്തനമായിരിക്കണം. അത് ഉരുവിടുന്ന ഭാഷ എനിക്ക് തീരെ അജ്ഞാതമാണ്. അനന്തരം ഭക്ഷണം കഴിക്കുന്നു. വിളക്കിപ്പോൾ മോശപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. മേരി ഈശോയെ മടിയിലിരുത്തിയിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള ഒരപ്പത്തിൽ നിന്ന് മുറിച്ച കഷ്ണങ്ങൾ മുക്കിയ ആട്ടിൻപാൽ ഈശോയെ കുടിപ്പിക്കുന്നു. അപ്പത്തിൻ്റെ പുറവും അകവും ഇരുണ്ട നിറമാണ്. തീർച്ചയായും അതിൽ ധാരാളം തവിടുണ്ട്. ഈ സമയം ജോസഫ് അപ്പവും ചീസും കഴിക്കുന്നു. ചീസിൻ്റെ ഒരു ചെറിയ കഷ്ണവും കുറേ അപ്പവും. മേരി ഈശോയെ ഒരു ചെറിയ സ്റ്റൂളിന്മേൽ അരികിൽ തന്നെ ഇരുത്തിയ ശേഷം പാകം ചെയ്ത സസ്യങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വേവിച്ച് രുചിക്കായി അല്പം എണ്ണയും മറ്റും ചേർത്ത് ജോസഫ് എടുത്ത് കഴിഞ്ഞ് മേരിയും കഴിക്കുന്നു. ഈശോ സന്തോഷത്തോടെ ആപ്പിൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുത്ത കുഞ്ഞു പല്ലുകൾ കാണിച്ചു പുഞ്ചിരിക്കുന്നു. കുറച്ച് എലിവുകായകളോ ഈന്തപ്പഴമോ കൂടി കഴിച്ച് അത്താഴം അവസാനിപ്പിക്കുന്നു. ഏതാണെന്ന് പറയാൻ കഴിയുന്നില്ല. മാർദ്ദവം കണ്ടിട്ട് ഒലിവാണെന്ന് തോന്നുന്നില്ല. കട്ടി കണ്ടിട്ട് ഈന്തപ്പഴമാണെന്നും കരുതാനും കഴിയുന്നില്ല. വീഞ്ഞില്ല. ദരിദ്രരുടെ അത്താഴം. എങ്കിലും ഈ മുറിയിൽ എത്രയോ അധികം സമാധാനം. ഏറ്റവും പ്രതാപമുള്ള രാജകൊട്ടാരത്തിലെ കാഴ്ച ഇതുപോലെ സമാധാനം നൽകുകയില്ല. എത്ര യോജിപ്പും ഐക്യവും. ഈശോ ഈ രാത്രിയിലൊന്നും പറയുന്നില്ല. ദർശനത്തെ കുറിച്ച് വിശദീകരണമൊന്നും തരുന്നില്ല. ദർശനം വഴി എന്നെ പഠിപ്പിച്ചു. അത് മതി. അവിടുന്ന് എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടട്ടെ.